സത്യമതത്തിന്റെ സമുന്നതമായ സന്ദേശങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന വഹാബിസം, കാപട്യത്തിന്റെ കപടമുഖംമൂടി ധരിച്ച് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ പിച്ചിച്ചീന്താൻ ശ്രമിക്കുന്ന മുജാഹിദ് പുരോഹിതന്മാരുടെ കപടമുഖം മൂടി തകർത്ത് തരിപ്പണമാക്കുന്ന രംഗങ്ങൾ രണ്ടത്താണി നുസ്രത്ത് ദഅവ സ്റ്റുഡൻസ് അസോസിയേഷന്റെ കീഴിലുള്ള ഐഡിയൽ ഫോഴ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. വഹാബികളുടെ പുത്തൻ നുണകൾ. حبيبا د مدینه حبیبا ساحر یادېږي زمای د بلتان اور په وجود باندې بلېږي زمای د مدینه حبیبا شپارزه کړي ګمزا شونډې مې اوچې د نارنګ په شان چړې ګمزا د مدینه حبیبا شپارزه کړي ګمزا. ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട നുണനിർമ്മാണ ഫാക്ടറിയാണ് വഹാബിസം. നുണകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും നിർമ്മിച്ച് മൊത്തമായും ചില്ലറയായും ചിലവഴിക്കുന്നതിൽ വഹാബിസത്തിന്റെ മിടുക്ക് വേറെ തന്നെയാണ്. അതിൽ കൗതുകപ്പെടേണ്ടതില്ല. ഒരു പ്രവചനത്തിന്റെ പുലർച്ചയാണത്. ലോകഗുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ കേട്ടിട്ടില്ലാത്ത വാദഗതികളുമായി കബളിപ്പിക്കൽ വീരന്മാരായ മഹാനുണയന്മാർ നിങ്ങളെ സമീപിക്കും. അവരെ സൂക്ഷിക്കുക. അവർ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. കളവ് പറയുന്ന പരിപാടി നിർത്തിവെച്ചാൽ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം കുറെ തീരും. പക്ഷേ എങ്ങനെ നിർത്തിവെക്കും? പുത്തൻ നുണകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ നുണപറയൽ മത്സരങ്ങൾ നടക്കുകയാണ്. നുണപറയൽ മത്സരത്തിൽ പങ്കെടുത്ത് കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ട വഹാബി ഖത്തീബ് കൂടിയായ അബ്ദുറഹ്മാൻ മൗലവി തനിക്ക് കിട്ടിയ സമ്മാനവുമായി അനുഭവം പങ്കുവെക്കുന്നു. മുജാഹിദുകൾ എന്ന നിലയ്ക്ക് കളവ് മത്സരം നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അസ്ഗർ സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പിൽ നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടി എന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ സമ്മാനങ്ങൾ കിട്ടിയത് 6ഓളം സോപ്പും പെട്ടി, അതുപോലെ തന്നെ റക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ്. പക്ഷേ കളവുകൾ പാമരന്മാർക്ക് മുമ്പിൽ മാത്രമേ വിലപ്പോവുകയുള്ളൂ. സംവാദങ്ങളിലും കോടതികളിലും അത് പിടികൂടപ്പെടും. കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ പിഴയടക്കേണ്ടി വന്ന ഒരേയൊരു മുസ്ലിം പണ്ഡിതനെക്കുറിച്ച് കേരളത്തിനറിയൂ. മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു അത്. എവിടെ നിന്ന് കിട്ടിയതായിരിക്കും ആ 2000 രൂപ? കരിമ്പിലാക്കൽ മറുപടി പറയുന്നു. ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ ഈ കഴിഞ്ഞ മാസമാണല്ലോ 2000 രൂപ പിഴയടച്ചത്. എന്തിനാണത്? 2000 രൂപ പിഴയടച്ച എന്തിനാ? കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ. ആ 2000 രൂപ എവിടെ കിട്ടിയതായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നു, ഈ നുണ പറയൽ മത്സരത്തിൽ പ്രൈസ് വാങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് കിട്ടിയിരിക്കുന്ന സോപ്പ് പെട്ടികൾ തൂക്കിവിറ്റ് കിട്ടിയ 2000 രൂപ. ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ പറഞ്ഞു. ഓരോ സംവാദങ്ങളും വഹാബികളുടെ കളവുകൾ സമുദായത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഉളുപ്പ് തീരെയില്ലാത്തവർ സംവാദങ്ങളിൽ തങ്ങളാണ് വിജയിച്ചതെന്ന് പച്ച നുണ പറഞ്ഞു. ഇത് 1983 ജൂലൈ മാസത്തെ സൽസബീൽ മാസിക കൊട്ടപ്പുറം വാദപ്രതിവാദത്തിന്റെ
പ്രതികരണങ്ങൾ. ഞങ്ങൾ ഇതുവരെ നേതാവായി അംഗീകരിച്ചിരുന്ന ബഹു കെ ഉമർ മൗലവി അറിയുവാൻ മുജാഹിദിന്റെ മുൻ അനുഭാവികൾ എഴുതുന്നത്, കൊട്ടപ്പുറം വെച്ച് നടന്ന സംവാദത്തിൽ ശിർക്കിന്റെ നിർവചനം എന്തെന്ന് പോലും വ്യക്തമായി പറയാൻ നമ്മുടെ നേതാക്കൾക്ക് സാധിച്ചില്ല എന്നത് നഗ്ന സത്യമാണ്. പ്രസ്തുത സംഘടനയിൽ സത്യമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പ്രസ്തുത സംഘടനയെ ഞങ്ങൾ തൂത്തെറിഞ്ഞ് യഥാർത്ഥ സംഘടനയായ അഹ്ലുസുന്നത്തിൽ അഥവാ സുന്നിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ച സന്തോഷവാർത്ത നിന്നെയും സഹപ്രവർത്തകരെയും ഞങ്ങൾ അറിയിക്കുന്നു. പക്ഷേ ഈ സത്യം മനസ്സിലാക്കാൻ വഹാബി പണ്ഡിതന്മാർക്ക് 25 വർഷം എടുക്കേണ്ടി വന്നു. അന്ന് സുന്നികൾക്കെതിരെ വഹാബി സ്റ്റേജിലിരുന്ന ഇപ്പോഴും വഹാബികളുടെ മഹാനായ മുഹദ്ദിസ് ഈ സംവാദത്തെ വിലയിരുത്തി ഈ അടുത്ത് സംസാരിച്ചത് കേൾക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൂർണ്ണമായി വിജയം കിട്ടിയ ഒരു സംവാദം. പൂർണ്ണമായി വിജയം കിട്ടിയില്ല, അത് രണ്ടൂട്ടരും പറയില്ല. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന്, വിജയം കൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകൾ അവിടെ തടഞ്ഞിട്ട് എന്താണ് ഇന്നോന് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായില്ല. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എല്ലാം അറിയാം. കൊട്ടപ്പുറം സംഭവം പറഞ്ഞല്ലേ കുറച്ച് പരാതി സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ തിളങ്ങി നിന്നിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചെത്തിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണമായ സംവാദത്തിൽ പങ്കെടുത്ത ആളാണ്. സംവാദം ഞാൻ സ്റ്റേജിൽ ഇതൊക്കെ ഞാൻ കുറിപ്പൊക്കെ ഉണ്ടാക്കിയ ഞാനായിരുന്നു. അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ ഞാനും മറ്റു അലിക്കുമലുമായിരുന്നു. അതിനുള്ള എല്ലാ വിഷയങ്ങളൊക്കെ ഞങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ആപ്പിന്റെ ഇതിന്റെ സ്ഥാനത്ത് ഇയാളെ കയറ്റിന്നുള്ളൂ ചെറിയ മുണ്ടത്തെ. അതെന്താണ് കാരണം? കാരണമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ മുണ്ട വന്നത് അതന്നെ. ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അവിടെ ഞങ്ങൾ ചർച്ചിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല. അദ്ദേഹം സ്കൂളിൽ പോലെയുള്ള ആ സമയത്ത് വരിക അവിടെ കയറിയ പിറ്റേ സ്റ്റേജിൽ നിന്ന്. അതിന്റെയൊക്കെ ഫലം സംഭവിച്ചത് കോട്ടപ്പുറം പണ്ഡിതോചിതായിട്ടുണ്ട്. എന്നാലും പണ്ഡിതോചിതായിട്ടും ഇതായിട്ടില്ല, അമർത്തിക്കാൻ സാധിച്ചിട്ടില്ല. പണ്ഡിതോചിത ഇപ്പൊ തെളിവ് നല്ലോണം പറയുകയാണെങ്കിൽ സാധാരണ പാചാലത ഇല്ലെങ്കിലും എന്ത് ചെയ്യും, നിഷ്പക്ഷ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആയത്തുകൾ തന്നെ കുറെ മനപ്പാടില്ലാത്ത മതിലുള്ളത് ഇതാണ്. ഒരൊറ്റ ആയത്തമ്മ കുലിദുല്ലീന സാമത്തും പിന്നെ അതിനെ തന്നെ കടന്നിട്ട് കളിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതില് നമ്മൾ ഇങ്ങനത്തെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ വ്യക്തിവൈരാഗ്യം കാണിക്കാൻ പാടില്ല. ഞാനും അലിക്കന്മാരും കൂടുതൽ ബാധിച്ച ഇതി തങ്ങളെ കേട്ടണമെന്നാണ്. അത് ചിലർക്ക് ഞാൻ ആളെ പറഞ്ഞില്ല, ആ വ്യക്തിക്ക് ഇയാളോടുള്ള വൈരാഗ്യം ആളെ കേട്ടാതിരിക്കുന്നതാ. പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്തത്തെ പ്രലോഭിച്ചിട്ടില്ല. അദ്ദേഹം ഈ ഞങ്ങൾ കുടിക്കലിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു നിമിഷ നേരം വരെ ഇതിലില്ല. അദ്ദേഹം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കയറ്റ വാദപ്പി, അത് വാദപ്പത് അങ്ങനെ കണ്ടാൽ മതിയോ? കിതാബുകൾ എടുത്തു വെച്ചതെന്ന് എന്തിനെടുത്ത് വെച്ചതെന്ന് അറിയില്ല. അതാണ് ഇബിന് ചെറിയ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മരാണ് മറ്റേതാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത്. അതിൽ നമ്മൾ വാദിച്ചത് എന്തിനായിട്ടുണ്ടോ? അത് ആ ഇബിന് ചെറിയ അവിടെ വെച്ചിരുന്നത് ദുആന് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എന്തെങ്കിലും എടുത്തു വെച്ചതെന്ന് ഞാൻ അറിയില്ലല്ലോ. അങ്ങനെ കുറെ ഉന്നതണ്ട്, നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ ഇതേ സുല്ലമി ഔഷധ വ്യാപാരികളായ 2 SSFകാരുമായി നടത്തിയ സംവാദം വിസ്തൃതമാണ്. അതിൽ ഫത്ഹുൽ ബാരിയുടേതെന്നു പേരിൽ ഇബ്നുബാസിന്റെ ഇബാറത്ത് വായിച്ച് കളവ് നടത്തിയ മൗലവിയെ കയ്യോടെ പിടികൂടുന്നത് ശ്രദ്ധിക്കുക. തന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഹാദൽ അത്റു, ഈ സംഭവം അലാ ഫർദി സുഹത്തി അലീതല്ല. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം കഴിഞ്ഞിട്ട്, വഫാത്ത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഈ അത്ർ സഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ കമാ ഖാല ശാരിഉ ലൈസ ബിഹുജ്ജ. അതൊരു പിന്നെ മൗലവിസാബ് ഇവിടെ ഇബാറത്ത് വായിച്ച് പച്ചക്കള്ളം പറഞ്ഞു നിങ്ങളെ. അത് ഞങ്ങളുടെ ഫത്ഹുൽ ബാരിയിലുണ്ട്. ഞങ്ങൾ
ശിർക്കാണെന്ന് പറഞ്ഞാൽ ആ സംഭവം പത്തിൽ വഴി കാണിച്ചു തരണം. ഇവിടെ തീരുമാനമാക്കാൻ അല്ല ഇതിനകത്ത് ലസ്കനാരി പത്തുൽവാരി പറഞ്ഞ് കള്ളത്തിന് വായിച്ചു നിങ്ങള് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പത്തുൽവാരി എടുത്ത് കുട്ടികളെ നിങ്ങൾ താടി വെച്ച ആൾക്കാർ വന്നാൽ മറ വായിക്കേ അല്ല പറഞ്ഞത് ഇതിന് വാശി പറഞ്ഞത് ഇത് പത്തുൽവാരി കിട്ടാത്തുണ്ടതാ. അത് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പത്തുൽവാരി എന്ന് പറഞ്ഞത് പത്തുകാരി മോഡലെന്ന് പറഞ്ഞത് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഫത്തുൽബാരിന്റെ അടിയിൽ ഇതാ ഞാൻ പേരുണ്ട്. ഇതാരാ ഇമാമല്ലത്? ഇനിയാണ് വഹാബി പോലെ അച്ചടിച്ചുവിട്ടതാണിത്. ഈ പറഞ്ഞിട്ട് ഫത്തുൽബാരി പേരന്റെ അടിയിട്ട് എഴുതിയതാണ്. അതുകൊണ്ട് ഈ മോണ പറഞ്ഞുകൊണ്ട് അത് സ്വന്തം സ്റ്റേജിൽ നടക്കുന്നു. ഇല്ല മോനടി ഞാൻ ചോദിക്കുന്നു ഇസ്തിഹാസ് നടത്ത കിതാബിൽ മാത്രമല്ല മലയാള പുസ്തകത്തിൽ തന്നെ ഇവർ തിരിമറി നടത്തി. എടമുട്ടം സംവാദത്തിൽ സ്വന്തം മധ്യസ്ഥന്റെ വാക്കുകൾ കാറ്റിൽ പറത്തി തട്ടിപ്പു നടത്തുന്നത് സുന്നി നേതാക്കൾ തൊണ്ടിസഹിതം പിടികൂടുന്നത് നിങ്ങൾ നേരിൽ കാണുക. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ അപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും. ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച ഇപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചാൽ നിൽക്കുകയെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്. അതുകൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും എന്റെ സമയമാണ്. ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. കളവ് പറയാനായി വഹാബികൾ വീണ്ടും സംവാദത്തിനെത്തി. കോട്ടക്കലിൽ ഗതിമുട്ടിയ മൗലവി സുന്നീപക്ഷത്തെ തന്റെ റൂട്ടിലേക്ക് കൊണ്ടുവരാനായി പെരുങ്കള്ളം കാച്ചി. തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് ഇത്തിഹാസക്ക് തെളിവല്ല, അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകനെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഞങ്ങൾ എവിടെ പറഞ്ഞു? ആ കേസറ്റ് ഇടണം, അല്ലെങ്കിൽ ഞങ്ങൾ പുള്ളി പറയാൻ പറ്റില്ല. ഔദു ബികലിമാത്തില്ലാഹി താമാത്തി തെളിവല്ല എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. നിങ്ങൾ ഓഡിയൻസ് ഞാൻ പറഞ്ഞു. നിങ്ങൾ നന്നായി വരുന്നുണ്ട്. വേം പറയും. നിങ്ങൾ കളവ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആ കേസറ്റില്ല ഇവിടെ. ഔദു ബികലിമാത്തില്ലാഹി താമാത്തി. അതെ. ഇപ്പൊ ഇവർക്ക് മുന്നും പിന്നെ തന്നെ തിരിച്ചറിയണില്ല. പിന്നിൽ ആൾക്കാരുണ്ട്, മുന്നിലാളുടെ മൗലവി അതും അറിയില്ല. എന്താ ചെയ്യാ ഈ രൂപത്തിലായാലും. അപ്പൊ അതുകൊണ്ട് കളവ് പറയാം. എന്താ ചെയ്യാ? കളവ് പറയാൻ പറ്റൂലല്ലോ. ഔദു ബികലിമാത്തില്ലാഹി താമാത്തി ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇവിടെ അത് തെളിയിക്കണം. ഒന്ന് അല്ലെ? അത് തെളിയിക്കും. പിന്നെ വാക്യം ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. ഔദു ബികലിമാത്തില്ലാഹി താമാത്തി ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. അത് തെളിവല്ലാത്തതുകൊണ്ടല്ല. ഞങ്ങളുടെ കയ്യിൽ എത്ര തെളിവുണ്ട്. പക്ഷേ അന്ധവിശ്വാസികളും മുഖല്ലിദുകളുമായ സ്വന്തം അണികൾക്ക് മുമ്പിൽ മാത്രമേ കളവുകൾ വിലപ്പോവുകയുള്ളൂ എന്ന കാര്യം മൗലവി ഓർത്തില്ല. കളവ് കയ്യോടെ പിടികൂടുന്ന രംഗങ്ങൾ നിങ്ങളൊന്ന് കാണുക.
കാരണം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, തെളിവില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്ത്, തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് ഇസ്തിഹാസക്ക് തെളിവല്ല, അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകനെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഇവിടെ കിട്ടൽ. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ആരും പറഞ്ഞത് ആകെ ഒരു യസ്തഈദു എന്നൊരു ഇബാറത്ത് മാത്രമാണ് നിങ്ങൾ ഉദ്ധരിച്ചത്. യസ്തഈദു പറഞ്ഞ സഹായം ചോദിക്കാൻ പാടില്ല. യസ്തഈദ് സഹായം ചോദിക്കാറില്ല, എന്താ വഫാത്തായ നബിയോട് സഹായം ചോദിക്കാന്ന, അതല്ല അഭൗതികമായ ചോദിക്കാന്ന. യസ്തഈദു എന്ന് പറഞ്ഞാൽ അഭൗതികമായ നിനക്ക് സഹായം ചോദിക്കാനാണ്, അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അല്ലാതെ സഹായം ചോദിക്കാൻ നിങ്ങൾക്ക് അഭിപ്രായമാണോ തീരെ സഹായം ചോദിക്കാൻ പാടില്ല എന്ന്? പിന്നെ എന്താ അടിസ്ഥാനപരമായ സഹായം ചോദിക്കാൻ പാടില്ല എന്നാണോ? അത് എല്ലാവർക്കും അഭിപ്രായമുള്ള സംഗതിയാ, അതിലിവിടെ തർക്കമില്ല. അൽഹംദുലില്ലാഹ്, ഈ സംവാദം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ചരിത്രത്തിൽ പുതിയ നായികക്കല്ലായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മൗലവിമാർ എങ്ങനെയാണ് കളവ് പറയുക എന്നത് അതിന്റെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ ജനങ്ങൾ മൗലവിമാരെങ്ങനെ കളവ് പറയുമെന്നത് അന്വേഷിച്ച് നടക്കേണ്ടതില്ല. കോട്ടക്കൽ സംവാദത്തിന്റെ സീഡി കണ്ടാൽ നിങ്ങൾക്കത് തിരിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ ചരിത്രത്തിൽ നിന്നും പാഠമുൾക്കൊള്ളാത്ത മൗലവിമാർ ആലുവയിലും സംവാദത്തിനെത്തി. നുണയുടെ രാജാക്കന്മാർ കളവുകളുടെ കെട്ടഴിച്ചു. ഒരു പെരുങ്കള്ളത്തോടെ അത് പര്യവസാനിച്ചു. തുടർന്ന് കരും നുണ വെളുപ്പിക്കാൻ കളവുകളുടെ പ്രളയമായിരുന്നു. സ്റ്റേജിലും പേജിലും നെറ്റിലും കളവുകൾ മാത്രം. വഹാബികളുടെ തെരഞ്ഞെടുത്ത ആലുവ നുണകൾ അനാവരണം ചെയ്യപ്പെടുകയാണിവിടെ. വഹാബികൾ ശിർക്കിന്റെ ഗൗരവം കുറച്ചു എന്ന് വഹാബി മാസിക ഉദ്ധരിച്ച് വിഷയാവതരണത്തിൽ പറഞ്ഞത് മൗലവിക്ക് ശരിക്കും പൊള്ളി. എന്നാൽ ചില ആളുകൾ ഇപ്പോ ശിർക്കിന്റെ ഗൗരവം കുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ വേദിയിൽ ഇരിക്കുന്ന ഒരാൾ തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത് എന്താ? അമുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താൽ അയാൾ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ മാത്രമേ അയാളുടെ ആ പാപം അത് പൊറുക്കപ്പെടുകയുള്ളൂ. എന്നാൽ മുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താലോ, മുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താൽ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ മതി, ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വീണ്ടും പ്രവേശിക്കേണ്ടതില്ല എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം വ്യക്തമായി എഴുതുകയുണ്ടായി. യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമാണ്. അത് ചെയ്താൽ വീണ്ടും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരേണ്ടതാണ് എന്നാണല്ലോ നാം പഠിച്ചിട്ടുള്ളത്. അത് നിഷേധിക്കുന്നത് കാണുക. കാക്കകാരണവന്മാരെ മുശിരിക്കാക്കി കളയുന്നു എന്ന് പറഞ്ഞ് ശിർക്കല്ലാത്തത് ശിർക്കാണെന്ന് പറയുന്നു എന്ന് ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് ഇവിടെ വന്നപ്പോ മറന്നുപോയി. ഇപ്പൊ പറയുന്നത് എന്താണ്? മുജാഹിദുകൾ ശിർക്കിന്റെ ഗൗരവം വളരെ കുറച്ചു കളയുന്നു എന്നാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണത്. ഷിർക്ക് ചെയ്ത മുസ്ലിം ഷഹാദത്തു ചെല്ലേണ്ടതില്ലെന്ന് പറഞ്ഞവർ ഷിർക്കിന്റെ ഗൗരവം കുറച്ചില്ലെന്നോ? മുജാഹിദ് മതത്തിൽ മൊട്ടയടിക്കൽ കുഫ്രിയത്താണ്. മുജാഹിദ് മൊട്ടകളെ നോക്കി KV അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നത് കേൾക്കുക. തലമൊട്ടടിക്കൽ കുഫ്രിയത്താ? അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. തലമൊട്ടടിക്കൽ കുഫ്രിയത്താ? അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. പറയൂ, ഇവർ ഷിർക്കിന്റെയും കുഫ്റിന്റെയും ഗൗരവം കുറച്ചിട്ടില്ലേ? നാട് നീളെ മുസ്ലിങ്ങളെ മുഴുവൻ അബൂജഹലിനേക്കാൾ കടുത്ത മുശിരിക്കുകളാക്കിയവർ. പക്ഷേ സുന്നി പണ്ഡിതർക്ക് മുമ്പിലെത്തിയപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി. വഹാബികൾ മുസ്ലിങ്ങളെ മുശിരിക്കാക്കിയിട്ടില്ലത്രേ. ഇനി ആലുവയിലെ രണ്ടാം നുണയിലേക്ക് വരിക. പിന്നെയോ മുഖ്യധാര മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശിരിക്കാക്കി കളയുന്നു എന്നാണ്. എവിടെയാണ് മുഖ്യധാര മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശിരിക്കാക്കിയത്? മുശിരിക്കാക്കിയതിന്റെ നേർക്കാഴ്ചകൾ കണ്ടനുഭവിക്കുക. മുശിരിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ്
എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് ശിർക്കാരോപണം ഇന്ത്യയുടെ പരിധിയും വിട്ടുകടക്കുന്നു. ലോകത്ത് 2 രാജ്യങ്ങൾ, ഷിർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന 2 രാജ്യങ്ങൾ. ആ 2 രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്, ഒന്ന് പാകിസ്ഥാനാണ്. ഷിർക്കിന്റെ കൂടാരങ്ങളെ, ഗോഡൌണുകളാണ് പാകിസ്ഥാനൊക്കെ ഷിർക്കിന്റെ. പാകിസ്ഥാനികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഷിർക്കിന്റെ ആളുകളാണ്. വാക്യം എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? പാകിസ്ഥാനികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഷിർക്കിന്റെ ആളുകളാണ്. വാക്യം ആഗോള മുസ്ലിങ്ങളുടെ മുഖ്യധാരയെ മുശ്രിക്കാക്കുന്നത് കേൾക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ. അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. സുന്നികൾ ക്രിസ്ത്യാനികളെക്കാൾ മോശമാണെന്നും ഇവർ പുലമ്പുന്നത് കാണുക. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ, 2 വന്നു. കുറച്ചുകൂടി സുന്നിയാവാതിരിക്കുന്നതാണ് അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറഞ്ഞ ആ നാവ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നിയാണെന്ന് അംഗീകരിക്കുന്നതും കേൾക്കുക. അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അള്ളാഹ് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. അപ്പോൾ നബിയും സ്വഹാബത്തും ഇല്ലാത്ത ഒരു ഇസ്ലാമാണ് മുജാഹിദ് വിഭാഗത്തിന്റേതെന്ന് വ്യക്തം. ആരൊക്കെയാണോ അതിലെ അംഗങ്ങൾ? ഇവരുടെ ബാലേട്ടന്മാർ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാന്തപുരവും ശിഹാബുദങ്ങളും ശംസുൽ ഉലമ ഇകെയും കേവിയും എല്ലാവരെയും ഇവർ പേരെടുത്തു കാഫിറാക്കി. എങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറി ചെല്ലും. അസ്സലാമു അലൈക്കും ഷെയ്ഖുന കാന്തപുരല്ലേ, ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചോനാന്ന് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കുമാണ് എന്ന് പറയുന്നു. എന്നിട്ടും ലജ്ജയില്ലാതെ പുലമ്പുന്നത് കാണുക. യഥാർത്ഥത്തില് ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ്, ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മുസ്ലിമിനെ കാഫിറാക്കുന്നതിന്റെ വിധി എന്താണ്? ഒരു വഹാബി കപലപ്രാസംഗികൻ തറപ്പിച്ചു പറയുന്നത് കേൾക്കൂ. ഒരാൾ കാഫിറാണെന്ന് പറഞ്ഞാൽ അവനെ കുറിച്ചുള്ള വിധി എന്താണ്? നിങ്ങൾ പഠിപ്പിച്ചോർക്കണം, ഞങ്ങൾ പറഞ്ഞില്ല. ഒരാൾ കാഫിറാണെന്ന് പറഞ്ഞാൽ അവനിലതില്ലെങ്കിൽ പറഞ്ഞവൻ കാഫിറായി. അപ്പൊ ഇവിടെ മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഒരാൾ കാഫിറാണെന്ന് പറഞ്ഞാൽ അവനിലതില്ലെങ്കിൽ പറഞ്ഞവൻ കാഫിറായി. അപ്പൊ ഇവിടെ ഇത് പൂരിപ്പിക്കുവാനുള്ള അവകാശം പ്രേക്ഷകർക്ക് വിടുന്നു. ഹസൻ മുസ്ലിയാർ കാഫിറാണെന്ന് ഉമർ മൗലവി പച്ചയായി എഴുതി. വഫാത്താസന്നമായ സമയത്ത് മുസ്ലിമാകണമെന്ന് പറഞ്ഞ് കത്തെഴുതി. ചരിത്രത്തിന്റെ നിയോഗമെന്നോണം വിലാസം മാറിവന്ന ആ കത്ത്
തന്റെ മകന് തന്നെ സുന്നികൾ തിരിച്ചു നൽകി. മുശ്രിക്കാക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, മുസ്ലിങ്ങളെ കൊല്ലണമെന്ന വാദത്തിലും ഹവാരിജുകളും വഹാബികളും നല്ല സാദൃശ്യം പുലർത്തുന്നു. തൊട്ടിലിൽ കിടന്ന ചോര പൈതലുകളെപ്പോലും രക്തരൂക്ഷിത വഹാബി വിപ്ലവത്തിലൂടെ അരുംകൊല ചെയ്തവർ കേരളത്തിലെ സുന്നി കുരുന്നുകൾക്ക് വധഭീഷണിയുമായി വരുന്നു. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക, അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. അതുകൊണ്ടാണല്ലോ ഇവർ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നത്, മുജാഹിദാണ്. വഹാബികൾ ദുആഇന് നൽകിയ നിർവചനം തെറ്റിയെന്നതായിരുന്നല്ലോ സംവാദ വിഷയം. സ്വാഭാവികമായും വഹാബികളുടെ നിർവചനം എന്താണെന്ന് സുന്നീപക്ഷം വിഷയാവതരണത്തിൽ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ വിഷയാവതാരകൻ നിർവചനത്തിലേക്ക് കടക്കുക പോലും ചെയ്തില്ല എന്ന് വഹാബി പറയുന്നു. എന്ന് പറഞ്ഞ് ആ നിർവചനത്തിലേക്കൊന്നും വരാതെ നിങ്ങളിവിടെ പറഞ്ഞതെന്താണ്? വിഷയാവതരണത്തിൽ കാലങ്ങളായി ഇവർ നൽകിയ വ്യത്യസ്ത നിർവചനങ്ങൾ വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. ദുആഇന് ഇവർ പറയുന്ന നിർവചനങ്ങൾ പല കാലങ്ങളായി പല രൂപത്തിൽ ഇവർ പലതും പറഞ്ഞിട്ടുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിലുള്ള സഹായാർത്ഥന, അഭൗതികമായ രൂപത്തിലുള്ള സഹായാർത്ഥന, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള അർത്ഥന, അല്ല മനുഷ്യ കഴിവിനതീതമായ അർത്ഥന, ഇങ്ങനെ പല ഡെഫിനിഷനുകളും ഇവർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ നിർവചനം ഞാൻ വായിക്കാം. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. ഇതാണ് പുതിയ നിർവചനം. തങ്ങളുടെ വാദം സുന്നികൾ തെളിയിച്ചിട്ടില്ലത്രേ. മൗലവി വീണ്ടും നുണ പറയുകയാണ്. അവതരിപ്പിക്കേണ്ടിയിരുന്ന കാര്യം അതിന് കൃത്യമായ സമയം മുൻകൂട്ടി തീരുമാനിച്ചതാണ്, നൽകിയതാണ്. ആ സമയത്തിനുള്ളിൽ മുജാഹിദുകൾ നൽകിയ ഏത് നിർവചനമാണ് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തെറ്റ് എന്ന് തെളിയിക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല. തെളിയിക്കുന്നത് ശ്രദ്ധിക്കുക. എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതാണ് പ്രാർത്ഥന എന്ന്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അഭൗതികമായ വിഷയങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരായത്തിലും 6000-ൽ പരം ആയത്തുകളുണ്ടല്ലോ ഖുർആനിൽ, ഒരായത്തിലും അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ വിവരിക്കേണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ തദ്ഉ മഅല്ലാഹി അഹദാ എന്ന് പഠിപ്പിച്ച ഹബീബില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബ് എങ്ങാനും പറഞ്ഞിരുന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അഭൗതികമായ വിഷയങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നാൽ പിന്നെ ആരെങ്കിലും സഹാബികൾ ആരെങ്കിലും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അവരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് മുജാഹിദ് സെന്ററിൽ ഇവർ സ്വയം കൃതമായി മതമുണ്ടാക്കിയതിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഡെഫിനിഷനായിരുന്നു. അതുകൊണ്ട് തന്നെ 2 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ വാദം തെറ്റാണ് എന്നാണ് ഇവിടെ തെളിയിക്കാൻ പോകുന്നത്. അതോടുകൂടെ ഇവർ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഓതുന്ന ആയത്തുകളെല്ലാം ഔട്ടായി പോയി. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ശിർക്കായ ദുആ ഏതാണ്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്ത ദുആനെ കുറിച്ചാണ് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞത്. എന്നാൽ എന്റെ വഫാത്തിന് ശേഷം വിളിക്കപ്പെട്ടാൽ പോലും ഉത്തരം ചെയ്യും എന്ന അർത്ഥത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തെ, ഈ ദുആ അത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ശിർക്കാണെന്ന് പറഞ്ഞ ദുആ അല്ല. തങ്ങളുടെ നിർവചനം ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്വഹാബികളുടെയോ പ്രാമാണികരായ പണ്ഡിതന്മാരുടെയോ ഉദ്ധരണികൾ കൊണ്ടോ തെളിയിക്കാമെന്ന് മൗലവി വിഷയാവതരണത്തിൽ പറഞ്ഞില്ല.
സുന്നികൾ ഉദ്ധരിച്ച ഹദീസിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. രണ്ടാമതായി സുന്നികൾ പറഞ്ഞ തെളിവ് ശ്രദ്ധിക്കുക. കുഞ്ഞീദ് മദനി എന്ന് പറയുന്ന ഇവരുടെ തൗഹീദിന്റെ ഏറ്റവും വലിയ പടനായകനായിരുന്ന വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, ജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കേണ്ടി വരും. അദ്ദേഹം പറയുന്നു, നജീബ് താമരശ്ശേരി ചുരത്തിലൂടെ ഇറങ്ങി വരുന്ന ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നു. 6ാമത്തെ വളവിലെത്തിയപ്പോൾ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി. ഇടതുവശത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ, വലതുവശത്ത് അത്യഘാതമായ ഗർത്തം. അവന്റെ മുഴുവൻ ശക്തിയും തന്ത്രവും തളർന്നു പോകുന്നു. അവൻ പഠിച്ച 18 അടവും നിഷ്ഫലമായി തീരുന്നു. ഇനി മനുഷ്യാതീത ശക്തിക്കു മാത്രമേ തന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവൻ ഉറപ്പിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് പരമമായ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനമെന്ന ഇബാദത്തിന്റെ നിർവചനം പരിപൂർണമായി മനുഷ്യനിൽ പ്രകടമാകുന്നത്. മനുഷ്യ കഴിവ് എന്നത് കൃത്യമായി അങ്ങ് വിവേചിച്ചു തോന്നുന്നു. എപ്പോഴാണ് മനുഷ്യ കഴിവിന് അതീതമായത്? ചില ആൾക്കാർ ഇപ്പൊ മനുഷ്യ കഴിവും സൃഷ്ടിയുടെ കഴിവും ഒന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, അത് ചില പ്രയോഗത്തിലുള്ള വ്യത്യാസം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്ത്? താമരശ്ശേരി ചുരത്തിലെ 6ാമത്തെ വളവിൽ നിന്ന് ബസിന്റെ ബ്രേക്ക് പൊട്ടിയ ഉദാഹരണം നിങ്ങൾ പറയാറില്ലേ? ആ സമയത്താണത്രേ മനുഷ്യാതീതമായ ശക്തികളിലേക്ക് ആവശ്യമായി വരുന്നത്, പരമമായ വണക്കത്തിന്റെ സന്ദർഭമുണ്ടാകുന്നത്. അങ്ങനെ ഒരു മുജാഹിദ് സുഹൃത്ത് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഹനീഫ മൗലവി തന്നെ ആയാലും പ്രശ്നമില്ല. അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് ബസ്സിന്റെ ബ്രേക്ക് പോയത്. ഈ സമയത്ത് മൗലവി ചിന്തിക്കുകയാണ്, എന്ത് ശരിയാ, കുട്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ലേ പ്രാർത്ഥനയാവുകയുള്ളൂ. പുതിയ നിർവചനം അതാണല്ലോ. അതുകൊണ്ട് സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ഇത് ജിന്നുകളൊക്കെ പെടും. ഇവിടെ വലിയ ചുരമാണ്, ജിന്നുകൾ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ല ജിന്നും ഈ പരിസരത്തുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ജിന്നേ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകണേ. പണ്ട് ഞാൻ ശബാബിൽ വായിച്ചത് ഓർമ്മയുണ്ട്. എന്ത്? ജിന്നുകൾക്ക് പിശാചുക്കൾക്കൊക്കെ മനുഷ്യനെ അന്തരീക്ഷത്തിലൂടെ താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ജിന്നിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാവുകയില്ല എന്നാണ് പുതിയ ഗവേഷണം. കടലിനും ചെകുത്താനുമിടക്കായി കായക്കൊടി കുഞ്ഞീദ് മദനിയെ തുണച്ചാൽ ജബ്ബാർ മൗലവിയെ വിടേണ്ടി വരും, സക്കരിയെയും. അവരെ തുണച്ചാൽ പണ്ടുകാലം മുതലേ കാത്തുസൂക്ഷിച്ചുവരുന്ന നിർവചനം തിരുത്തേണ്ടി വരും. സംഘടനക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പൊട്ടലും ചീറ്റലും വകവെക്കാതെ ഒപ്പമിരിക്കുന്ന ജബ്ബാർ മൗലവിയെയും സക്കരിയയെയും മുശ്രിക്ക് ലിസ്റ്റിലേക്ക് തള്ളിയിട്ട് കായക്കൊടി തുറന്നടിച്ചു. പൊട്ടുന്ന ഉദാഹരണം പറഞ്ഞു, കുളത്തിൽ വീഴുന്ന ഉദാഹരണം പറഞ്ഞു. ശരിയാണ്, അത് തന്നെയാണ് മുജാഹിദികൾ പറയുന്നത്. എല്ലാ കാലത്തും മുജാഹിദികൾ പറഞ്ഞത് അത് തന്നെയാണ്. അല്ല, എല്ലാ കാലത്തും മുജാഹിദുകൾ അതല്ല പറഞ്ഞത്. ജിന്നുകൾക്ക് കഴിയുന്ന വിഷയത്തിൽ അവരോട് തേടാമെന്നും അത് പ്രാർത്ഥനയല്ലെന്നും കെ സക്കരിയ ഒച്ചയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കേൾക്കുന്ന പോയത്തക്കാരെ ആരാ പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ ആരാ പറഞ്ഞത്? പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് തിരിഞ്ഞണോ? തിരിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുന്നോട് ചോദിച്ചു പഠിക്കുകയും. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും, അവന്റെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കൈവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാ അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പോയത്തക്കാരൻ സംവാദത്തിൽ തോറ്റു തൊപ്പിയിട്ടു വന്നപ്പോൾ സക്കരിയ നല്ലവണ്ണം കശക്കിക്കാണും. ജിന്നിനോട് തേടാമെന്നതിന് ഇവിടെ സ്വലാഹി തെളിവാക്കുന്ന ഹദീസ് അതേ മനുഷ്യൻ തന്നെ മണ്ണാർക്കാട് സംവാദത്തിൽ വഈഫാക്കുന്നത് ശ്രദ്ധിക്കുക. പിന്നെ യാ ഇബാദല്ലാഹി യഗീസൂനി, അതിന് ഹൈതമി പറഞ്ഞിരിക്കുന്നു, അത് അതിന്റെ റിജാലൊക്കെ സഹിയാണ്. മുസ്ലിയാരെ തട്ടിപ്പ് നടത്തരുത് മുന്നിലിരിക്കുമ്പോ. റവാഹു തബറാനി വരിജാലുഹു വത്തഖു അലാ ദുഅഫിൻ ഫീ ബഅദിഹിം.
മുമ്പ് ദുർബലമാക്കിയ ഈ ഹദീസിൽ ജിന്നിനോട് തേടാൻ വേണ്ടി സ്വഹീഹാക്കിയിട്ട് പോലും കായക്കൊടി പഴയ പാട്ട് തന്നെ പാടുന്നു. തേടുന്നത് കൂടി അതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞതുപോലെ അതിനെ തുടർന്ന് ഖുർത്തുബി സൂചിപ്പിച്ച അമ്പിയാക്കളോടും മലക്കുകളോടും തേടൽ കൂടി ശിർക്കാണ് എന്ന് മറുവിഭാഗം അംഗീകരിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. അതെന്തിനാ കേന്നമ്മ എന്ന് പറഞ്ഞെടുക്കും? കേന്നമ്മിന്റെ ആശയോ ആദർശം ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരിടത്തുനിന്ന് പോണം തന്നെ ഞങ്ങൾ പറയണത്. ഞാൻ മാത്രല്ല, ഇതിന്റെ ഉത്തരവാദപ്പെട്ട എല്ലാവരും പറയുന്നുണ്ട്. അത് ലിസ്റ്റാക്കി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ നന്നാകണം. കേന്നമ്മാന്ന് ഇങ്ങനെ ബ്രാൻഡും പറഞ്ഞ് നടന്നാ പോരാ. കേന്നമ്മിന്റെ ആദർശം പഠിക്കണം, മനസ്സിലാക്കണം. കേന്നമ്മിന്റെ ആദർശാന്ന് പറഞ്ഞിട്ട് കുറെ പൊട്ട പോയത്തങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പറഞ്ഞു നടന്നോ ഇതൊന്ന് പോകുന്നേ വേണ്ടത് എന്നാണ് ഞങ്ങൾ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇത് വഹാബികളുടെ ചോദ്യാവസരം. പ്രാർത്ഥനയുടെ നിർവചനത്തിൽ വഹാബികൾക്ക് പിഴച്ചിട്ടില്ല എന്ന് സമർത്ഥിക്കേണ്ട സംവാദത്തിൽ ഒന്നാം ചോദ്യം മക്ക മുശ്രിക്കുകളെ കുറിച്ച്. മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവുകൊണ്ടല്ല, അല്ലാഹു നൽകുന്ന കഴിവുകൊണ്ടല്ല, മറിച്ച് സ്വയം കഴിവുകൊണ്ട് ഈവർ ഞങ്ങളെ സഹായിക്കും എന്ന വിശ്വാസത്തോടെയായിരുന്നു മഹാന്മാരോട് തേടിയിരുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്നിട്ട് മൗലവി കളവ് പറഞ്ഞു. വിഷയവുമായി ബന്ധമുണ്ടെന്നോ സുന്നീപക്ഷം പറഞ്ഞുവെന്ന് പച്ചക്കള്ളം പറഞ്ഞു. ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന് നിങ്ങൾക്കൊരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് വിഷയാവതാരകനും പിന്നീട് ഉത്തരം പറഞ്ഞയാളും സമ്മതിച്ചിട്ട് പോലും മറുപടി പറയാൻ ഉത്തരം പറയുന്നവർ പോയിട്ട് ചോദ്യമുന്നയിക്കേണ്ട മൗലവി തന്നെ ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് സമ്മതിക്കുന്നത് കാണുക. ഉത്തരമുണ്ടെങ്കിൽ പറയുക, ബന്ധം ഞാനപ്പോൾ വിശദീകരിക്കാം. അത് വിശദീകരിക്കേണ്ടത് ഞാനാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഞാനാണ് ചോദ്യം ചോദിച്ചത്, മുജാഹിദ് ഭാഗമാണ് ചോദ്യം ചോദിച്ചത്. ഞങ്ങൾ ചോദിച്ച ചോദ്യം വിഷയവുമായി ബന്ധമുള്ളതാണെന്ന് നിങ്ങൾ മറുപടി പറയൂ, അപ്പോൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. മറുപടിയില്ലെങ്കിൽ അതില്ല എന്ന് പറയാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ടോ? മൗലവിമാർ വിശദീകരിക്കുന്നത് കാണുക. എന്റെ പേര് റഷീദ്, സ്ഥലം കൊടുങ്ങല്ലൂർ, തൃശൂർ ഡിസ്ട്രിക്ട്. ഉമർ റളിയല്ലാഹു അൻഹു തറാവിഹ് നമസ്കാരത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹുവിനെ പിൻപറ്റി 20 റക്അത്ത് നമസ്കരിച്ചു എന്ന് പറഞ്ഞ് നേരത്തെ സലഫി സാഹിബ് പറയണ്ടായി. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് മക്കത്തും എല്ലാം 20 റക്അത്ത് നമസ്കരിക്കുന്നത്? തറാവീഹ് നമ്മുടെ വിഷയമല്ല. ഇൻഷാ അല്ലാഹ് അത് അനുവദിക്കുമെങ്കിൽ പിന്നീടുണ്ട്. വിഷയത്തിൽ കടന്നു വരാൻ വേണ്ടിയാണ് ഇസ്തിലാഹ്, ഇബാദത്ത്, ഇസ്തിഗാസ, തബസ്തുൽ, സ്ത്രീ, ജുമുഅ, ജമാഅത്ത്. ഈ വിഷയത്തിൽ ചോദ്യമില്ലെങ്കിൽ ചോദ്യകർത്താവ് അതേ സ്ഥാനത്ത് തന്നെ ചെന്നിരിക്കണം. അതല്ല ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ ഇതിന് ഇൻഷാ അല്ലാഹ് സന്ദർഭമുണ്ട്, ഇനിയും പരിപാടികളുണ്ട്. ഇത് പുതിയ അവതാരം. അനസ് മൗലവി, നുണനിർമ്മാണ ഫാക്ടറിയുടെ ഡയറക്ടർ, തെരുവുകളിൽ കളവ് പറയുന്ന ധൈര്യം പക്ഷേ സംവാദവേദിയിൽ കാണിച്ചില്ല. ഒരിക്കൽ പറഞ്ഞ പച്ച നുണയുടെ കടുപ്പം നോക്കൂ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിനവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. നുണയന്മാരെ നിങ്ങളെ ഞങ്ങൾ വിടൂല. സമാനമായ കളവ് മൗലവി സംവാദത്തിലും കാച്ചി. പിന്നെ മുസ്ലിയാർ ഇവിടെ കാണിച്ചൊരു തട്ടിപ്പ്. എവിടെയോ നിർവചനം, മുജാഹിദുകളുടെ നിർവചനം എവിടെ? മുജാഹിദുകളുടേതെന്ന് പറഞ്ഞ് വായിച്ച നിർവചനം എവിടെ? ഏതാണ് നിങ്ങൾ വായിച്ച നിർവചനം? കട്ടുവച്ചതല്ലേ മുസ്ലിയാർ ഇവിടെ? കട്ടുവായിച്ചതല്ലേ? ഒരു പാഠപുസ്തകം, മലയാളത്തിലുള്ള പാഠപുസ്തകം പോലും വായിച്ചാൽ തിരിയാതെ കട്ടുവച്ചാണ് മുസ്ലിയാർ വായിച്ചത്. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി
ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ എന്നവിടെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിയാരെ. ഇതുവരെയും എങ്ങനെ എന്ന് വായിക്കാതെ, ഇങ്ങനെ എന്ന് പോലും വായിക്കാതെ, ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതുവരെയും എങ്ങനെ എന്ന് വായിക്കാതെ, ഇങ്ങനെ എന്ന് പോലും വായിക്കാതെ, ഇങ്ങനെ എന്ന് പോലും വായിക്കാതെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് മുസ്ലിയാര് വിചാരിച്ചത്. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി സുന്നികളുടെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? ഞങ്ങൾക്ക് മറുപടിയാണ് ആവശ്യം. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ശിർക്കാണോ അല്ലേ? ശിർക്കാണെന്ന് സംശയമില്ലെന്ന് കായക്കൊടി തീർത്തു പറഞ്ഞു. അപ്പോഴാണ് സുന്നികൾ ഹദീസോദിയത്. കേട്ടോളൂ ഹദീസ്. ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. കായക്കൊടി കുടുങ്ങി. അങ്ങനെ വിളിക്കുന്നതോ ശിർക്കാണെന്ന് പറഞ്ഞ മൗലവി അങ്ങനെ വിളിക്കുന്ന സംഭവം ഉദ്ധരിച്ചപ്പോൾ അത് ഇസ്തിആസയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ശിർക്കാണെന്ന് പറഞ്ഞത് എന്തിനായിരുന്നു? വിളി തന്നെ ആരാധനയും ശിർക്കുമാണെന്നല്ലേ പറഞ്ഞു വന്നത്? അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിനെ അവൾ ഇലാഹാക്കി. പിന്നീട് എവിടുന്ന് വന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ എന്ന വിളി? പിന്നീട് എവിടുന്ന് വന്നു ഷെയ്ഖേ എന്ന വിളി? ആലുവ സംവാദത്തോടെ വിളി മാത്രം ശിർക്കല്ലെന്ന് വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന വ്യക്തി അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞയാൾ തന്നെയാണ് ഇസ്തിആസയില്ല എന്ന് പറഞ്ഞത്. അവസാനമായപ്പോഴേക്കും ചിലർക്ക് പറ്റുമെന്നിടത്തേക്ക് മൗലവി എത്തി. രണ്ടും ഒന്നിച്ച് നിങ്ങൾ കേൾക്കുക. മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ചോദിച്ചാൽ എന്ന ചോദ്യം തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ ചോദിക്കില്ല. ഒരാൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കില്ല. കാരണം അവനറിയാം താൻ ചോദിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. ഇതിലെ കാമ എന്ന പദം ആരാ ഫായിൽ? ആര് നിന്നാൽ, ആര് വന്നാൽ, ആര് ചോദിച്ചാൽ ലൗജീബന്നഹു ആർക്ക് ഉത്തരം ചെയ്യും? പറയണ്ടേ? ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാലെന്നാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ചോദിച്ചാൽ എന്ന ചോദ്യം തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ ചോദിക്കില്ല. മൗലവി അപ്പോൾ ആ വരുന്നയാൾ, ചോദിക്കുന്നയാൾ അഥവാ ഈസാ നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്തവനാണോ? ഹദീസും ആയത്തും ഒരു പിടിയുമില്ലാത്തവർ എന്തിന് സംവാദത്തിൽ വരുന്നു? സുന്നികൾ രേഖയായി ഉദ്ധരിച്ച ഹദീസ് ചെവിമുളച്ചതിന് ശേഷം കേട്ടിട്ടേ ഇല്ലാത്ത മൗലവിമാർ അതേക്കുറിച്ച് കളവുകളുടെ ഘോഷയാത്ര തന്നെ നടത്തേണ്ടി വരും. പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. നോണ പറയരുത്. ഖുർആനിലും ഹദീസിലും ഉള്ളത് പറയണം. ഉള്ളത് പറഞ്ഞാൽ പൊളിയില, ഇല്ലാത്തത് പറഞ്ഞാൽ പൊളിയും. ആദ്യം ഹദീസേ അല്ല എന്ന് പറയുന്നു. ആരാ പറഞ്ഞത്? ഇബ്നു അസാക്കിർ തന്റെ താരീഖിൽ ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു എന്ന് പറഞ്ഞ വാക്യം, ഹദീസ് എന്ന പദം ഞാൻ അതിന് പ്രയോഗിക്കുന്നില്ല. ഈ വാക്യം പറഞ്ഞുകൊണ്ട് ഇതാണ് പച്ചയായ ഹദീസ് നിഷേധം. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റാവികൾ ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസ്
സുന്നികളെ കാഫിറാക്കുന്നതിന് വിലങ്ങു തടിയായപ്പോൾ പുറങ്കാലുകൊണ്ട് ചവിട്ടുന്നു. അപകടം മണത്ത മൗലവി അടുത്ത നിമിഷം ഓന്തിനെപ്പോലെ നിറം മാറുകയായി. തെളിവ് പറഞ്ഞല്ലോ, പക്ഷെ പറഞ്ഞ തെളിവ് എന്തിനാ പറയേണ്ടത് എന്ന് മുസ്ലിയാരോട് മറന്നുപോയി. എന്തിനാ തെളിവ് പറയേണ്ടത്? മുജാഹിദികൾ പറഞ്ഞ നിർവചനം തെറ്റാണ് എന്നതിനല്ലേ? അതിനാദ്യം തെളിയിക്കേണ്ടത് ഇതിൽ ഇസ്തിഗാസ പ്രാർത്ഥനയുണ്ട് എന്നാണ്. അതാരാ പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാം നബിയെ വിളിക്കുന്നത് ഇസ്തിഗാസ ഇല്ലെന്ന് മറുപടി പറഞ്ഞതോടെ കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന് കരുതി നബിയെ വിളിക്കുന്നത് ശിർക്കല്ല എന്ന പുതിയ വിശ്വാസത്തിലേക്ക് ആലുവ സംവാദത്തോടെ വഹാബികളെത്തി. സ്വഹീഹാണെന്ന് തെളിയിക്കണമെന്നതായി പിന്നീട് നമ്മുടെ വ്യവസ്ഥ ഒന്ന് വായിക്കണം. സ്വഹീഹായ ഹദീസ് എന്നാണ്. എവിടെയെങ്കിലുമുള്ള വാക്യം ഉദ്ധരിക്കലല്ല, സ്വഹീഹായ ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നുവെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അതിലുള്ള സനദുകൾ വായിച്ച് ഓരോരുത്തരും സ്വീകാര്യരാണെന്ന് തെളിയിക്കണം. മറുപടി കൃത്യമായി കിട്ടി. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹൈസമി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റിജാലുഹു റിജാലുസ് സ്വഹീഹ്. ഇതിന്റെ പരമ്പര വളരെ സ്വീകാര്യോഗ്യമായ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ആളുകളുടെ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസാണ്. ഹദീസ് നിദാനശാസ്ത്രപ്രകാരം ഹദീസിന് 2 ന്യൂനതയുണ്ടെന്നായി മൗലവി. ന്യൂനതയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു. അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആവശ്യമായ സമയത്ത് ഞങ്ങളത് തെളിയിക്കും. എന്താണ് ന്യൂനതയെന്നോ ആ നിമിഷം മുതൽ സുന്നീപക്ഷം ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുതിയ വെടിമുഴങ്ങിയത്. ചേകന്നൂർ പോലും പറയാത്ത മുഴുത്ത നുണ. അഥവാ ഒരു ഹദീസ് സ്വഹീഹാകണമെങ്കിൽ അതിന്റെ വ്യത്യസ്തമായ സനദുകൾ മുഴുവനും സ്വഹീഹാകണമത്രേ. സനദുകൾ, അതിന്റെ വ്യത്യസ്തമായ സനദുകൾ, വ്യത്യസ്തമായ മത്തിനുകൾ, അത് വായിക്കുക, പൂർണ്ണമായി വായിക്കുക, പൂർണ്ണമായി വായിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ആരാണ് ന്യൂനതയുള്ള ആളുകൾ, എന്താണ് അതിന്റെ ന്യൂനത. മുസ്നദ് അബൂ യഅല ഹദീസ് ഉണ്ട്, സ്വഹീഹാണെന്ന് ഹാഫിദുൽ ഹൈസമി പറഞ്ഞു, അൽബാനിയും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഓരോ സനദും ഞങ്ങൾ ഇട്ടു തന്നു. ഹദീസ് സനദ് പറയണമെന്ന് പറഞ്ഞു, അത് പറഞ്ഞു കൊടുത്തു. സ്വഹീഹ് ഉദ്ധരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. ഓരോ സനദും പറഞ്ഞു. എവിടെയാണ് കുഴപ്പമുള്ളത്? ഇനി വേറെ ഏതോ ഒരു സനദ് കൊണ്ടുവരും, എന്തായിക്കോട്ടെ, അതല്ലല്ലോ ഞങ്ങൾ തെളിവ്. ഈ സനദിന് എന്താണ് കുഴപ്പം? ഒരു ഹദീസ് ഒരു സനദിലൂടെ സ്ഥിരപ്പെട്ടാൽ പോരെ. അല്ലാതെ ആരാണ് എഴുതിയത്? അടുത്ത സംവാദത്തിൽ വ്യവസ്ഥ എഴുതിയപ്പോൾ മൗലവിക്ക് അത് തിരുത്തേണ്ടി വന്നു. സ്വയ്യാരീസ്ന്നുള്ളടത്തേ വേറെ നിർവചനം വേണോ എനിക്ക് സംശയമുണ്ട്. എല്ലാ പരമ്പരയും സ്വയ്യാവണോ അതോ ഒരു പരമ്പര മാത്രം സ്വയ്യായാൽ മതിയോ എന്നൊരു ചർച്ച അവിടെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാദ്യം ഉദ്ധരിക്കുന്ന ഹദീസ് ഏതാണെന്ന് ആലോചിക്കണം. അല്ല, ഏതായാലും ഒരു പരമ്പര ഉദ്ധരിക്കുന്ന ഹദീസിനെ നോക്കിയിട്ട് സനദെല്ലാം കൂടി പറയാനുള്ള അത്രേ ഉള്ളൂ. ഉറപ്പല്ലേ? വായിക്കാൻ ധൈര്യം കാണിക്കണം ആദ്യം. അതെ, ഹദീസ് വായിക്കാം, സനദും വായിക്കാം. പക്ഷെ ഒറ്റ സനദ് എല്ലാ വ്യത്യസ്ത സനദുകളും വായിക്കണവരും പറഞ്ഞില്ല. വ്യത്യസ്ത സനദ് വായിക്കണം എന്ന് പറയാം. സനദുകൾ, അതിന്റെ വ്യത്യസ്തമായ സനദുകൾ, അതിന്റെ വ്യത്യസ്തമായ സനദുകൾ, അത്രേ ഉള്ളൂ. വ്യത്യസ്തമായ മത്തിനുകൾ, അത് വായിക്കുക, പൂർണ്ണമായി വായിക്കുക. ഇതാണ് നുണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. നുണ പറയരുത്. ഖുർആനിലും ഹദീസിലും ഉള്ളത് പറയണം. ഉള്ളത് പറഞ്ഞാൽ പൊളിയില, ഇല്ലാത്തത് പറഞ്ഞാൽ പൊളിയും. അത് മറ്റൊരു നുണ കൂടി മൗലവി പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, മത്തിന് മുഴുവൻ വായിക്കണം. വായിച്ചോ? വായിച്ചില്ല. ഈ ഹദീസിന്റെ മത്തിന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു. അത് വായിച്ചു തന്നിട്ടുണ്ട്. അതാണ് പണ്ഡിതർ നമുക്ക് കാണിച്ചു തന്ന ശൈലി. ഇടയ്ക്ക് ഹദീസ് ഖുർആൻ വിരുദ്ധമാണെന്ന നുണയും മൗലവി കാച്ചാൻ ശ്രമിച്ചു. എന്നല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ അമ്പിയാക്കളുടെ മുഴുവൻ മാർഗത്തിനും വിരുദ്ധമായ ഒരു തെളിവ് ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ റബ്ബാണ് ഞങ്ങളോട് അതും
സുന്നീപക്ഷം പിടികൂടി. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്താ സക്കരിയ സലായി പറഞ്ഞത്? ആരെങ്കിലും ഖുർആനിലോ സുന്നത്തിലോ വൈരുദ്ധ്യമുണ്ടെന്ന് വാദിച്ചാൽ, അതല്ലെങ്കിൽ ഖുർആനും സുന്നത്തും പരസ്പര വിരുദ്ധമാണെന്ന് വാദിച്ചാൽ, അതവന്റെ ദുഷിച്ച ചിന്തയും മനസ്സിന്റെ വക്രതയും മൂലമാണ്. സക്കരിയ സലായിയാണ് പറയുന്നത്. അതിനാൽ അവൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും തന്റെ വഴികേടിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യട്ടെ. ന്യൂനത എവിടെ എന്ന സുന്നികളുടെ ആവർത്തിച്ചുള്ള ചോദ്യം വഹാബി കൂടാരത്തിൽ നിന്ന് ഒരു മറുപടി തേടി അലഞ്ഞു. എല്ലാ സനതും വായിക്കണം. അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന്? പുതിയ ഉസൂലികൾ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിനെന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ? അഖ്റജഹു അബൂ യഅ്ല ഫീ മുസ്നദിഹി. ഈ ഹദീസിനെ അബൂ യഅ്ല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സദസ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറന ഹദ്ദസന ഇബ്നു വഹബ് അൻ നബി സഹർ അൻ സഈദ് അൽ മഖ്ബൂരി റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു അൽബാനിയാണ് പറയുന്നത്. വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ. ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ്. പോരാ, റിജാലുഹു കുല്ലുഹും തിഖാത്ത്. ഇതിന്റെ പരമ്പരയിലെ മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്. പോരാ, ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല. റിജാലു ശൈഖൈനി, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിജാലാണ്. ആരൊഴികെ? അഹ്മദ് അബൂ സഖർ ഒഴികെ. അദ്ദേഹമോ ഫമിൻ റിജാലി മുസ്ലിം, മുസ്ലിമിന്റെ റാവികളിൽപ്പെട്ട ആളാണ്. അപ്പൊ സ്വഹീഹ് മുസ്ലിമിന്റെയും റാവിയുടെയും മുഴുവൻ റിജാലുകളുമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നത്. ഇല്ല മൗലവി, ഇത്ര കൃത്യമായി വായിച്ചു തന്നിട്ട് ഞങ്ങൾ വായിച്ച സനദിൽ എവിടെയാണ് കുഴപ്പം? ഞാൻ എന്റെ ആദ്യത്തെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ ഹദീസിന്റെ സനദ് ഞങ്ങൾ വായിച്ചു തന്നു, വ്യക്തമാണ്. നിങ്ങളുടെ അൽബാനി തന്നെ പറഞ്ഞു. ആരാണ്? അബൂ യഅ്ല ഇമാം പറയാണ്. അഹ്മദ് ഇബ്നു ഈസ എന്നോട് പറഞ്ഞു. അഹ്മദ് ഇബ്നു ഈസ ബുഖാരിയുടെ റാബികളിൽപ്പെട്ട ആളാണ്, ഏറ്റവും വിശ്വസ്തനാണ്. ആരാ പറയുന്നത്? അൽബാനിയാണ് പറയുന്നത്. ഇനി അവസാനത്തെ ചാൻസ്. സുന്നികൾക്ക് ഇടപെടാൻ അവസരം ഇല്ലെന്ന് ഉറപ്പ്. അങ്ങനെ ആ കടും കൈ ചെയ്യാനും കായക്കൊടി ധൈര്യപ്പെട്ടു. സ്വന്തം നേതാവായ അൽബാനിയുടെ പേരിൽ പിശാചിനെപ്പോലും നാണിപ്പിക്കുന്ന വിധം പച്ച നുണ കാച്ചുക. ആവേശത്തോടെ കായക്കൊടി കത്തിക്കയറി. കഥ കഴിഞ്ഞു മുസ്ലിയാക്കന്മാരെ. നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. വഫീഹി ഇല്ലതാനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തുനിന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ദുർബലമാക്കാൻ ഈ ഏഴാംകിട തോന്നിയവാസം നോക്കി നിൽക്കാൻ സുന്നി പണ്ഡിതന്മാർക്കായില്ല. തങ്ങളുടെ ചാൻസ് കഴിഞ്ഞു എന്നതുപോലും ഒരു നിമിഷം അവർ മറന്നുപോയി. നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ദുർബലമാക്കാൻ വേണ്ടി മറ്റൊരു ഹദീസിനെക്കുറിച്ച് പറഞ്ഞ വാചകം 8 വരി കട്ടുവായിച്ച് സംവാദത്തിൽ വിജയിക്കാൻ അറുവശളൻ ശൈലി സ്വീകരിക്കുമ്പോൾ സുന്നികൾ മൗലവിമാരെ പിടികൂടിയത്. രണ്ടാമത്തെ പച്ചക്കള്ളവാട് പറഞ്ഞിരിക്കുന്നത്. ഇനി സംവാദത്തിൽ പച്ചക്കളവ് പൊളിയുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ മൗലവി സംവാദം കലക്കുന്നത് നിങ്ങൾ കാണുക. സമയം കഴിഞ്ഞിട്ടും സംവാദം കലക്കുന്ന മൗലവിയെ മുജാഹിദ് മധ്യസ്ഥൻ തന്നെ പിടിച്ചിരുത്തുന്നതും നിങ്ങൾ കാണുക. തങ്ങളുടെ സമയം കഴിഞ്ഞുപോയി എന്നതുപോലും മറന്നുപോയി. തോന്നിയവാസം ചെയ്തതിനെ സമയം കഴിഞ്ഞിട്ടും പിടികൂടിയത് മൗലവിക്ക് രസിച്ചില്ല. മധ്യസ്ഥന്റെ അനുവാദമില്ലാതെ, അവരുടെ ഇടപെടൽ പോലും ശ്രദ്ധിക്കാതെ
ഒരു മാന്യതയും പാലിക്കാതെ മാന്യതയെക്കുറിച്ച് വേശ്യയുടെ ചാരിത്രപ്രസംഗം നടത്തുകയാണ് മൗലവി. കളവ് പിടികൂടുമോ എന്ന ഭയം കാരണം സംവാദം കലക്കുകയാണ് മൗലവിയുടെ ലക്ഷ്യം. സുന്നികൾ ഉദ്ധരിച്ച ഹദീസിൽ ന്യൂനതയുണ്ടെന്ന് അൽബാനി പറഞ്ഞിട്ടേയില്ല. സംവാദം തീരുന്നതിന് മുമ്പ് മൗലവി തന്നെ അക്കാര്യം സമ്മതിക്കുന്നത് കേൾക്കുക. ഉണ്ടെന്നും ഇല്ലെന്നും ഒരേ സദസ്സിൽ പറയുന്ന മൗലവിയുടെ തൊലിക്കട്ടി നോക്കൂ. അതിന് ഈ ഹദീസ് നിങ്ങൾ പറഞ്ഞ ഈ വാക്യത്തിന് ന്യൂനതകളുണ്ട്. ഇതാണ് നുണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. നുണ പറയരുത്. ഖുർആനിലും ഹദീസിലും ഉള്ളത് പറയണം. ഉള്ളത് പറഞ്ഞാൽ പൊളിയില്ല, ഇല്ലാത്തത് പറഞ്ഞാൽ പൊളിയും, ഇല്ലാത്തത് പറഞ്ഞാൽ പൊളിയും. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ എങ്കിൽ ഹനീഫയുടെ ഉസ്താദ് തന്നെ കാര്യം വിശദീകരിക്കുന്നു. ഹനീഫ കായക്കൊടി, അനസ് മുസ്ലിയാർ, ജബ്ബാർ മൗലവി പോലെയുള്ളവർ അൽബാനി ഈ ഹദീസിന് 2 ന്യൂനതകൾ ഉണ്ട് അഥവാ ഫീഹി ഇല്ലത്താനി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം സംവാദം ആരംഭിച്ചപ്പോൾ നവയാഥാസ്ഥികർ വായിക്കാൻ വിസമ്മതം കാണിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ മുജാഹിദ് പ്രസ്ഥാനത്തിന് അപമാനമേൽപ്പിച്ച് ഒളിച്ചോടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അൽബാനി ഒരിക്കലും ഈ ഹദീസിനെക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ന്യൂനത കാണിച്ചു തരുന്നവർക്ക് സുന്നികൾ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചത്. സംവാദം നടത്തിയ ഹനീഫ മൗലവിയും തന്റെ ദീർഘകാല ഗുരു സലാം സുല്ലമിയും സുന്നികൾ ഉദ്ധരിച്ച ഹദീസിനെ വിശദീകരിച്ച് അൽബാനി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അംഗീകരിച്ചിട്ടും നുണക്കമ്പനിയുടെ ഡയറക്ടർ ആ വെല്ലുവിളി ഏറ്റെടുത്തു. ആസനത്തിൽ ആലുമുളച്ചവന്റെ ആവേശത്തോടെ അയാൾ കത്തിക്കയറുന്നത് കാണുക. കൊണ്ടുവരൂ 1 കോടി. അൽബാനിയുടെ കിതാബ് സിൽസിലത്തു അഹാദീസ് സ്വഹീഹ എന്ന അൽബാനിയുടെ കിതാബ് ഇതാ ഇവിടെ സുന്നി പക്ഷം തെളിവായി വായിച്ച ഹദീസ് കാണിച്ചു കൊടുക്ക്. സിൽസിലത്തു അഹാദീസു സ്വഹീഹ 2733 ഹദീസ്. ഉടനെ വന്നു സുന്നികളുടെ മറുപടി. മുൻകൂട്ടി കണ്ട വഹാബികൾ അതിന് തയ്യാറാകാതെ ഒളിച്ചോടുകയായിരുന്നു. വഹാബി വാരിക തന്നെ പറയുന്നു, അങ്ങനെ അവർ പ്രസ്ഥാനത്തിന് അപമാനമേൽപ്പിച്ച് ഒളിച്ചോടുകയാണ് ഉണ്ടായത്. അതിനു പുറമെ കേരള ജംഇയ്യത്തുൽ ഉലമ മൗലവി ഗ്രൂപ്പ് പരാജയപ്പെട്ടതായി മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രസ്താവന നടത്തിയത് നിങ്ങൾ കാണുക. നുണയുടെ രാജാക്കന്മാർ പക്ഷേ അടങ്ങിയിരുന്നില്ല. ഫാക്ടറിയിൽ പുതിയ നുണകൾ ജന്മം കൊണ്ടു. വഹാബി വെബ്സൈറ്റിലൂടെ ലോകമെങ്ങും ആ വാർത്തയെത്തി. ആലുവ സംവാദം ദർശിച്ച ആലുവക്കടുത്തുള്ള ഏലൂക്കര എന്ന ദേശത്ത് 7ഓളം സുന്നികൾ മുജാഹിദായി. സുന്നി പ്രവർത്തകർ ഏലൂക്കരയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് അവിടെ അങ്ങനെ ചാനൽ വഴി സംവാദം പ്രക്ഷേപണം നടത്തിയിട്ടില്ല. ആരും മുജാഹിദായിട്ടില്ല. ഈ പ്രദേശത്തുകാർക്ക് ഇവര് കള്ളന്മാരാന്നറിയാൻ ഈ ഒരൊറ്റ ഇന്റർനെറ്റിനോട് മതി. എന്താ, ഏലൂക്കരയിൽ അതേ ദിവസം അതേ സെക്കൻഡിൽ സംവാദം നടന്ന അതേ സമയം തന്നെ ചാനൽ വഴി കണ്ടു. ജനങ്ങളോട് ചോദിക്കും, മുജാഹിദ് കള്ളന്മാരാന്ന് ഞങ്ങൾ വെറുതെ പറയാ? ഇവിടെ ചാനൽ അത് ഉണ്ടായിരുന്നോ?
എന്നിട്ട് 7 ആള് മാറി ഒരു കുട്ടിനെ കൊണ്ടുവരോടോ നിങ്ങള്? നേരത്തെ മുജാഹിദായ ആളല്ല, അങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും. ആലുവ സമാധാനം കണ്ടിട്ട് മുജാഹിദ് ആളെ കൊണ്ടുവരും, മറുപടി അപ്പൊ പറയും. മധ്യസ്ഥന്മാർ മൈക്ക് ഓഫ് ചെയ്തതിനു ശേഷമുള്ള അനൌദ്യോഗിക സംസാരങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെടാത്തതിനാൽ സുന്നികൾ കട്ടു എന്ന് പ്രചരിപ്പിച്ച് അതുകൂടി ഉൾപ്പെടുത്തി വൈകിയാണെങ്കിലും CD ഇറക്കിയവർക്ക് നന്ദി. സദസ് പിരിയും മുമ്പേ വാക്ക് മാറ്റുന്ന കായക്കൊടിയെ തൊലിയുരിക്കാൻ അവസരം നൽകിയതിന് 1000 നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആലുവ സംവാദത്തിൽ സുന്നികൾ ഉദ്ധരിച്ച ഹദീസ് ബിദ്അഈ കേന്ദ്രങ്ങളിൽ വലിയ വെപ്രാളം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഇവർ ഹദീസ് ദുർബലമാണെന്ന് പറയും, അല്ലെങ്കിൽ ഹദീസിൽ ഇസ്തിഗാസ അല്ലെങ്കിൽ തവസ്സുൽ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഏതോ ഒരാളാണ്, ഇസ്ലാമുമായി ബന്ധമില്ലാത്തയാളാണ് എന്ന് ചിലപ്പോൾ പറയും. വേറെ ചിലപ്പോൾ പറയും അത് മരണത്തിന് ശേഷമല്ല, മരണത്തിന് മുമ്പാണ് എന്ന്. ചിലപ്പോൾ പറയും അതിൽ ഇസ്തിഗാസയില്ല, വിളിയില്ല. എന്നാൽ ഇവിടെ വിളിയുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്നത് മഹാനായ ഒരു പ്രവാചകനാണ്, അതോടൊപ്പം തന്നെ വഫാത്തിന് ശേഷമാണ് എന്നത് ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹദീസിന് എന്തു മറുപടി പറയും എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൗരോഹിത്യം. അവർക്കറിയാം സംവാദത്തിൽ തങ്ങൾക്കിതിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്ന്. പിന്നീട് സ്റ്റേജുകളിലും പേജുകളിലും നെറ്റിലുമായി വിവിധ ആരോപണങ്ങളും കുതന്ത്രങ്ങളും ഇവർ നെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പറയുന്നത് ഹദീസ് കട്ടുവായിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിന് തെളിവുദ്ധരിക്കാൻ വേണ്ടി ഒരു ഹദീസിന്റെ ഒരു ഭാഗം ഉദ്ധരിക്കുക, അല്ലെങ്കിൽ ആയത്തിന്റെ ഒരു ഭാഗം ഉദ്ധരിക്കുക എന്നുള്ളത് പൂർവികരായ പണ്ഡിതർ ചെയ്തു കാണിച്ചു തന്ന ഒരു ചര്യയാണ്. ബുഖാരിയിൽ പോലും അതിന് തെളിവുകൾ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഉദ്ധരിച്ച ഈ ഹദീസിന്റെ ഒരു ഭാഗം മാത്രം മഹാന്മാരായ പണ്ഡിതന്മാർ പല വിഷയങ്ങൾക്കും തെളിവുദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായി ഈ ഹദീസിന്റെ ആദ്യഭാഗത്ത് പറഞ്ഞ വിഷയങ്ങൾ അവസാനം പറഞ്ഞ ആശയത്തിനെ തകർക്കുന്നു എന്നാണ്. അത് ശുദ്ധമായും കളവാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നത് ശിർക്കല്ല എന്നതിനാണ് സുന്നികൾ ഈ തെളിവുദ്ധരിച്ചത്. ഏതുപോലെ തന്നെ മുമ്പ് ഈസാ നബി അലൈഹിസ്സലാം ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ശിർക്കല്ലാത്തതുപോലെ ഇക്കാര്യവും ശിർക്കല്ല. പന്നിയെ കൊല്ലൽ ശിർക്കാണെന്ന് പറയുവാൻ ആർക്കും സാധിക്കുകയില്ല. കുരിശ് തകർക്കുന്നത് ശിർക്കാണെന്ന് പറയുവാൻ ആർക്കും സാധിക്കുകയില്ല. അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൽ നിന്ന് അവിടുത്തെ വിളിക്കുന്നതും ശിർക്കാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതിനാണ് സുന്നികൾ അത് തെളിവായി ഉദ്ധരിച്ചത് എന്ന് മനസ്സിലാക്കണം. വേറെ ഒരു ആരോപണം ഹദീസ് ദുർബലമാണ് എന്നുള്ളതാണ്. ഈ ഹദീസ് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റാവിമാർ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയത് സംവാദത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ദുർബലമാക്കുവാൻ പിന്നീട് ഹനീഫ് കായക്കുടി അടക്കമുള്ള ആളുകൾ പുതിയ കണ്ടെത്തലുകൾ നടത്തുകയുണ്ടായി. സലാം സുല്ലമി ഇതിനെക്കുറിച്ച് ശബാബ് വാരികയിൽ എഴുതിയത് ഈ ഹദീസിന്റെ സനദിൽ അബൂ സഖർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടെന്നും അദ്ദേഹം ഊഹം പറയുന്നയാളാണെന്നും അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കപ്പെടുകയും ഇല്ല എന്നാണെങ്കിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഹദീസ് നിഷേധത്തിന്റെ വിഷയത്തിൽ സലാം സുല്ലമിയേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് 2 ഇല്ലത്തുകൾ ഹദീസിന് കണ്ടുപിടിക്കാൻ വേണ്ടി മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു റാവിയെപ്പോലും ദഈഫാക്കുവാൻ ഹനീഫ് കായക്കുടി മുതിരുകയുണ്ടായി. ഇങ്ങനെ ദുർബലമാക്കുകയാണെങ്കിൽ അഹ്മദ് ബിൻ ഈസ എന്ന് പറയുന്ന വ്യക്തിയെയും അബൂ സഖർ എന്ന് പറയുന്ന റാവിയെയുമാണ് ദുർബലമാക്കാൻ ശ്രമിച്ചത്. അഹ്മദ് ബിൻ ഈസ ബുഖാരിയിൽ 3 സ്ഥലത്തും മുസ്ലിമിൽ 4 സ്ഥലത്തും നസായിൽ 2 സ്ഥലത്തും ഇബ്നു മാജയിൽ 4 സ്ഥലത്തും ഉള്ള റാവിയാണ്. സ്വഹീഹുൽ 13 സ്ഥലങ്ങളിൽ ഇമാം അഹ്മദ് ബിൻ ഈസയുടെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ അബൂ സഖറാവട്ടെ മുസ്ലിമിൽ 9 സ്ഥലങ്ങളിൽ, തുർമുദിയിൽ 2 സ്ഥലങ്ങളിൽ, അബൂദാവൂദിൽ 7 സ്ഥലങ്ങളിൽ, ഇബ്നു മാജയിൽ 1 സ്ഥലത്തും, അങ്ങനെ 19 സ്ഥലങ്ങളിൽ സ്വഹീഹുൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടോട്ടൽ 32 ഹദീസുകളെയാണ് ഈ ഒരു ഹദീസിനെ ദഈഫാക്കുന്നതോടുകൂടെ പുരോഹിതന്മാർ ദുർബലമാക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനോട് എത്ര നിഷേധാത്മകമായ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതിന് ഇത് തന്നെ നമുക്ക് വലിയ തെളിവാണ്. പക്ഷേ ആ മറ പൊളിയാതിരിക്കാൻ വേണ്ടി കായക്കൊടി ഒരു വേല ഒപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ബുഖാരിയിലും മുസ്ലിമുള്ള ഹദീസുകളൊക്കെ സ്വഹീഹാണെങ്കിലും അതിലെ റാവിമാർ, ചിലർ ആക്ഷേപമുള്ള റാവിമാർ പറഞ്ഞിട്ടുണ്ട്, അത് പണ്ഡിതന്മാർ അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശറഹ് മുസ്ലിമിൽ നിന്ന് ഒരു ഇബാറത്ത് വായിക്കുകയുണ്ടായി.
രണ്ടാമത്തെ ന്യായം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് വായിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യം ഉയരുന്നു, ഒന്നാമത്തെ ന്യായം എന്താണ് എന്ന്. അത് അദ്ദേഹം കട്ടുവെക്കുകയാണ് ഉണ്ടായത്. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട റാവിമാർ മുതാബഅത്തിലും ശവാഹിദിലും മാത്രമേ വരികയുള്ളൂ എന്നാണ് അദ്ദേഹം വാദിച്ചത്. എന്നാൽ അബൂസഖറിനെ സംബന്ധിച്ചിടത്തോളം ആ വാദം ഒരിക്കലും തന്നെ നിലനിൽക്കുകയില്ല. കാരണം 9 സ്ഥലങ്ങളിൽ ഇമാം മുസ്ലിം തന്നെ അബൂസഖറിനെ ഉദ്ധരിക്കുന്നുണ്ട്. ഈ 9 സ്ഥലങ്ങളിലും മുതാബഅത്തും അല്ലെങ്കിൽ ശവാഹിദുമാണെന്ന് തെളിയിക്കുവാൻ ഇവർക്ക് ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ ഒന്നാമത്തെ മറുപടി എന്താണ്? ഒന്നാമത്തെ മറുപടി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു റാവിയെ സ്വീകാര്യനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ കാര്യകാരണങ്ങൾ നോക്കാതെ തെളിവില്ലാതെ പറഞ്ഞതാണ് എന്നാണ്. അത് പറയുന്നത് ഈ ഇസ്ലാഹ് മാസിക സമ്മേളന പതിപ്പിൽ സലാം സുല്ലമിക്ക് എതിരെ എഴുതിയ ഒരു ലേഖനത്തിൽ ഈ വിഷയം വളരെ വിശദമായി പറയുന്നുണ്ട്. ഈ ഉദാഹരണങ്ങളിൽ നിന്ന് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപത്തിന്റെ നില നല്ല പോലെ വ്യക്തമാവുന്നതാണ്. അപ്പോൾ ആക്ഷേപങ്ങൾ 100% ഈ തരത്തിൽപ്പെട്ടതാകുന്നു. അപ്പോൾ വിമർശനങ്ങൾ 100% അടിസ്ഥാനരഹിതമാണെന്ന് നാം കണ്ടു. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റാവിമാർക്കെതിരെയുള്ള, അത് അബൂസഖറാവട്ടെ അഹ്മദ് ബിൻ ഈസയാവട്ടെ ആരാവട്ടെ, അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ 100% അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്ലാഹ് മാസികയാണ് പറയുന്നത്. അതുപോലെ തന്നെ ബുഖാരിയിലെയും മുസ്ലിമിന്റെയും മുഴുവൻ ഹദീസുകളും സനദിന്റെയും മത്നിന്റെയും അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ശരിയാണ് എന്ന വിഷയത്തിൽ മുഹദ്ദിസുകൾ ഏകാഭിപ്രായക്കാരാണ്. അപ്പോൾ മുഹദ്ദിസുകൾ ഏകാഭിപ്രായക്കാരാണ് ബുഖാരിയുടെ സനദ് സ്വഹീഹാണെന്ന വിഷയത്തിൽ, മുസ്ലിമിന്റെ സനദ് സ്വഹീഹാണെന്ന വിഷയത്തിൽ. അതിൽ ദൗർബല്യം ആരോപിക്കുവാൻ വേണ്ടിയിട്ടാണ്, ഒരു സംവാദത്തിൽ പരാജയപ്പെട്ടതിന്റെ ജാള്യത മറക്കുവാൻ വേണ്ടി പൗരോഹിത്യം ഇവിടെ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയുള്ള ഒരു മറുപടി, അത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്താണ് എന്നാണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അംറുൻ ഖാരിഖുൻ ലിൽആദത്തി യുദ്ഹിറുഹുല്ലാഹു തആല അലാ മുദ്ദഇൻ നബുവത്തി. നബുവത്ത് വാദിക്കുന്ന ഒരു വ്യക്തിയിലൂടെ അല്ലാഹു തആല വെളിപ്പെടുത്തുന്ന അസാധാരണമായ സംഗതികൾക്കാണ്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം ഒരു നബിത്വം വാദിച്ചുകൊണ്ട്, നബുവത്ത് വാദിച്ചുകൊണ്ടല്ല ഇറങ്ങി വരുന്നത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹ് മുസ്ലിമിന്റെ 2 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, വലം യൻസിൽ നബിയ, നബിയായിട്ടല്ല അവിടുന്ന് ഇറങ്ങുക. അപ്പൊ പ്രവാചകത്വം വാദിച്ചുകൊണ്ടല്ല ഈസാ നബി ഇറങ്ങി വരിക. പിന്നെ എങ്ങനെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്താണെന്ന് പറയുക? ഇനി ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്താണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അപ്പോൾ പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചു എന്ന് വന്നാൽ, ഏതെങ്കിലും ഒരു പ്രവാചകൻ മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകനോട് എപ്പോഴെങ്കിലും ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ, അവരെ വിളിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പൗരാണികമായ മുജാഹിദ് ചോദ്യമാണ്. അത് അപ്രസക്തമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീടൊരു മറുപടി, അത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയാണ് എന്നാണ്. അത് വളരെ അസംബന്ധമായ ഒരു മറുപടിയാണ്. കാരണം മരിച്ചുപോയവരെ വിളിക്കുക എന്നുള്ളതും അവരോട് തേടുക എന്നുള്ളതും ശിർക്കാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈസാ നബിക്ക് മാത്രം ഒരു ശിർക്ക് പറ്റുക എന്നതൊരിക്കലും ഉണ്ടാവുകയില്ല. ശിർക്കിന്റെ വിഷയത്തിൽ ആർക്കും ഖുസൂസിയത്തില്ല. ഒരിക്കലും ഒരു സമയത്തും ഒരു പുണ്യവാളനും ഒരു മനുഷ്യനും ശിർക്ക് ചെയ്യാൻ അനുവദനീയമാവുകയില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് പോലും അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നബിയെ അങ്ങെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ അമലുകൾ പോലും പൊളിഞ്ഞു പോകുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയാണ് എന്ന വാദം പൂർണ്ണമായും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഒരു കാര്യം പറഞ്ഞത്, ഇതിൽ ഇസ്തിഗാസയില്ല എന്നാണ്. അത് പറഞ്ഞത് ഹനീഫ് കായക്കൊടി സാധാരണഗതിയിൽ ഏതൊരു തെളിവും പറഞ്ഞാൽ പറയുന്ന സാധാരണഗതിയിൽ അങ്ങനെ പറഞ്ഞതാണെങ്കിലും അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി സക്കരിയ സലാഹി ഇസ്ലാഹ് മാസികയിൽ എഴുതി, ഖുബൂരികൾ വാദിക്കും പോലെ സൃഷ്ടികളിൽ ആർക്കും സാധിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാനാണോ? അങ്ങനെയല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അപേക്ഷ ഈസാ നബി അലൈഹി സ്വലാം നടത്തിയതായി ഒറ്റ റിപ്പോർട്ടിലുമില്ല. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം വിളിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ സൃഷ്ടികളിൽ ആർക്കും കഴിയാത്ത ഒരു കാര്യം സാധിച്ചു കിട്ടുവാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്നില്ല. അതുകൊണ്ട് അത് ദുആ അല്ല എന്നാണ് സക്കരിയ സലാഹി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരാളോട്, പ്രവാചകനോട് ചെയ്യുന്നത് ഇസ്തിഗാസയാണെങ്കിൽ, തേടുന്നത് ഇസ്തിഗാസയാണെങ്കിൽ ലോകത്ത് ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യമായിരിക്കണം എന്ന ഒരു വാദത്തിലേക്ക്, ആലുവാസം വാദത്തിലൂടെ ഇവർ എത്തി എന്ന് പറയേണ്ടി വരും. അപ്പൊ മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ പോലും അത് ദുആ ആവുകയില്ല. കാരണം
നമ്മൾ കടലിലാണെങ്കിലും നമ്മൾ സമുദ്രത്തിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും ഒക്കെ രക്ഷിക്കുവാൻ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ, ജിന്നുകൾ തുടങ്ങി പലർക്കും സാധിക്കുമല്ലോ. ആർക്കും സാധിക്കാത്ത കാര്യം ചോദിച്ചാൽ മാത്രമേ ദുആ ആവുകയുള്ളൂ എന്നും അത് മരിച്ചവരോടാണെങ്കിൽ പോലും അങ്ങനെ ആവുകയുള്ളൂ എന്ന് പറയുന്ന വിധാനത്തിലേക്ക് ആലുവ സംവാദത്തിലൂടെ വഹാബിസം എത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്ലാഘനീയമായ മാറ്റമാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യവും തേടുന്നില്ല എന്നാണോ? അങ്ങനെ ഒരു മുഹദ്ദിസും പറയുന്നില്ല, അങ്ങനെ ഒരു പണ്ഡിതനും പറയുന്നില്ല എന്ന് ഗായക്കൊടിയും അതുപോലെ തന്നെ സക്കരിയ സലാഹിയും ഒക്കെ പറയുന്നുണ്ട്. അതും തെറ്റാണ്. കാരണം അല്ലാമ ആലൂസി തന്റെ തഫ്സീറിൽ പറയുന്നത് ഇന്നഹു അലൈഹിസ്സലാം യഖുദുൽ അഹ്കാമ മിൻ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിഫാഹൻ ബഅദ നുസൂലിഹി വഹുവ ഫീ ഖബ്രിഹി ശരീഫി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അവിടത്തേക്ക് എങ്ങനെയാണ് ലഭിക്കുക? അത് മറ്റൊന്നും കൊണ്ടുമല്ല, മറിച്ച് ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ച് നേരിട്ട് ചോദിച്ചറിയുകയാണ് ചെയ്യുക. അതിനുള്ള തെളിവെന്താ? അബൂയാലയുടെ ഹദീസ് വല്ലദീ നഫ്സി ബിയദിഹി ലയൻസിലന്ന ഈസ ഇബ്നു മറിയം സുമ്മ ലഇൻ ഖാമ അലാ ഖബ്രി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു. ആലൂസി കട്ടു എന്ന് പറയുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഹദീസ് പൂർണ്ണമായും ഉദ്ധരിച്ചിട്ടില്ലല്ലോ. എന്തായിരുന്നാലും അവിടെ ഒരു സഹായതട്ടം നടക്കുന്നുണ്ട് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമാം ഇബ്നു ഹജറും അതുപോലെ തന്നെ അല്ലാമ സുബ്കിയും ഒക്കെയും പറഞ്ഞിട്ടുണ്ട് എന്നും കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരാരോപണം ഷിയാക്കളുടെ തെളിവാണ് ഉദ്ധരിച്ചത്, ഷിയാക്കളുടെ ഉദ്ധരണികളാണ് ഉദ്ധരിച്ചത്. ചന്ദ്രികയിൽ ISMന്റെയും KNMന്റെയും ഒക്കെ പ്രസ്താവനയായി വന്ന ഏറ്റവും മണ്ടത്തരമായിരുന്നു ഇത് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം സുന്നികൾ ആ സംവാദത്തിൽ ഉദ്ധരിച്ച ആകെയുള്ള ഉദ്ധരണികൾ ഒന്ന് ഇബ്നു അസാക്കിർ, അതുപോലെ തന്നെ അല്ലാമ ഹാഫിദുൽ ഹൈസമി, അതുപോലെ മഹാനായ ഇമാം അബൂ യഅല, പിന്നെ വഹാബി നേതാവായ അൽബാനി. 4 പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ മാത്രമേ അവർ വായിച്ചിട്ടുള്ളൂ. ഇതിൽ ആദ്യം പറഞ്ഞ 3 പേരും എന്തായിരുന്നാലും ഷിയ വിശ്വാസിയല്ല എന്ന കാര്യം ഉറപ്പാണ്. അൽബാനി ഏതെങ്കിലും കാലത്ത് ഷിയ ആയിട്ടുണ്ടോ എന്ന് വഹാബികളോട് തന്നെ ചോദിക്കേണ്ടതുമാണ്. പിന്നീട് ഉള്ളത് സലാം സുല്ലമിയുടെ ചില മറുപടികളാണ്. അദ്ദേഹം ഇതിനൊക്കെ പുറമെ വേറെ ചില മറുപടികൾ പറഞ്ഞു. അതായത് ഇത് കേവലം ഒരു സാധ്യത മാത്രമാണ്, ഇവിടെ ചോദിക്കൽ നടക്കുന്നില്ല. ഈസാ നബി അലൈഹി ഇസ്ലാം വന്ന് ചോദിച്ചാൽ മറുപടി പറയുമെന്നാണ്, അല്ലാതെ ചോദിക്കുമെന്നതിൽ നിന്ന് കിട്ടുകയില്ല എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത, അല്ലാഹു അല്ലാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലോകം ഫസാദാകുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ഇത് എന്നാണ്. അതും ശരിയല്ല. കാരണം ലൗ എന്ന് പറയുന്ന പ്രത്യയത്തിനുള്ള അർത്ഥമല്ല ഇൻ എന്ന് പറയുന്നതിനുള്ളത്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും എന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അതൊരു കേവലം സാധ്യതയല്ല, മറിച്ച് ഉറച്ചതായ പ്രഖ്യാപനം തന്നെയാണ്. അപ്പൊ സാധ്യതാവാദം തള്ളിക്കളയപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നീട് വേറെ ഒരു മറുപടി അദ്ദേഹത്തിന്റെ വക, അത് ഈസാ നബി അലൈഹി ഇസ്ലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിളി കേൾക്കുവാൻ വേണ്ടി അള്ളാഹു പ്രത്യേകമായി ജീവിപ്പിക്കുകയാണ് എന്നതാണ്. ഇതും തെറ്റാണ്. കാരണം അൽ അംബിയാഉ അഹ്യാഉം ഫീ ഖുബൂരിഹിം യുസല്ലൂൻ, അംബിയാക്കൾ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കുകയും ഈ വിഷയം സമർത്ഥിക്കുവാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിളി കേൾക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു ജീവൻ നൽകേണ്ട ആവശ്യമില്ല എന്ന് നാം മനസ്സിലാക്കുക. പിന്നീട് കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രസ്താവനയാണ്. മടവൂരി വിഭാഗം കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞു, മൗലവി വിഭാഗം ഈ വിഷയത്തിൽ പരാജയപ്പെടാനുള്ള കാരണം എന്താ? പ്രമാണങ്ങളിൽ നിന്ന് അകന്നതാണ് കാരണം. പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനാണ്. ഖുർആനെതിരായ ഏത് ഹദീസും തള്ളപ്പെടേണ്ടതാണ്. മരിച്ചവർ കേൾക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഹദീസിനെ കുറിച്ച് തർക്കിക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. മരിച്ചവർ കേൾക്കുകയില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നവർക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചതാണ് കാര്യം. കാരണം മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചവർ അവരെ മറമാടാൻ വരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും കേൾക്കുമെന്ന ഹദീസ് ഉദ്ധരിച്ച് അത് ശീർഷകമായി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇമാം ബുഖാരി മനസ്സിലാക്കിയത് മരിച്ചവർ കേൾക്കുമെന്നാണ്. ഇതുപോലെ പണ്ഡിതന്മാർ എല്ലാവരും മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ ബാഹ്യാർത്ഥത്തിൽ നിന്ന് ഇവർ മനസ്സിലാക്കിയതിൽ ഇവർക്ക് പറ്റിയ പിഴവാണത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും അപകടകരമായ ഒരു വാദത്തിലേക്കാണ് ഇതിന്റെ പര്യാവസാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നുണകളുടെ കൂമ്പാരവുമായി നാടുനീളെ നെട്ടോട്ടമോടുന്ന
മുജാഹിദ് പൗരോഹിത്യമേ, ഇല്ല, നിങ്ങളെ ഞങ്ങൾ വിടുകയില്ല. നുണയന്മാരെ, നിങ്ങളെ ഞങ്ങൾ വിടൂല. നുണയന്മാരെ, നിങ്ങളെ ഞങ്ങൾ വിടൂല. അതെ, നുണയന്മാരെ, സുന്നി പടയണി, നിങ്ങളെ വിടുകയില്ല. നുണാഹിദുകളെ, നിങ്ങളെ ഞങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. ഇതൊരു തുടക്കം മാത്രം.